ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളോട് വിദേശത്തായിരിക്കുന്ന തങ്ങളുടെ മക്കളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും അവരെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും അവരുടെ മനസ്സിലെ ഒരു ആഗ്രഹം ഇതാണ്: അവർ എപ്പോഴും ഞങ്ങളോട് കൂടെയായിരിക്കണം, എൻ്റെ മക്കൾ എപ്പോഴും ഞങ്ങളോട് കൂടെ ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർഗീയ അപ്പനായ യേശുവിൻ്റെയും ആഗ്രഹം ഇത് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എപ്പോഴും എന്നോടൊപ്പമായിരിക്കണം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ യേശു അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗത്ത് ഇപ്രകാരം പറയുകയാണ്: തന്നോട് കൂടെ ആയിരിക്കുന്നതിനും വചനം പ്രഘോഷിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും വേണ്ടി. യേശു ആദ്യമേ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: തന്നോട് കൂടെ ആയിരിക്കുവാൻ. അപ്പോൾ ശിഷ്യന്മാരെ, അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുവിൻ്റെ ഒരു ആഗ്രഹം എന്താണ്? അവർ എപ്പോഴും എന്നോട് കൂടെ ആയിരിക്കണം. നമ്മെക്കുറിച്ചും യേശുവിൻ്റെ ആഗ്രഹം ഇതാണ്: നമ്മളെപ്പോഴും യേശുവിൻ്റെ കൂടെ ആയിരിക്കണമെന്ന്. വിശുദ്ധ ബർണ്ണദീത്തായുടെ ജീവിതം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ ചെറുപ്പം തുടങ്ങി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദർശനം ലഭിച്ച വിശുദ്ധ ബർണ്ണദീത്ത തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് ഒരു സന്യാസ മഠത്തിൽ ചേർന്നു. അവിടെ ആയിരിക്കുമ്പോൾ ഒരു വിശ്രമവേളയിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടെയായിരിക്കുമ്പോൾ മഠാധിപ വിശുദ്ധയോട് ചോദിക്കുകയാണ്: മകളെ, നിനക്ക് ഉണ്ണിയേശുവാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ നീ എന്താണ് ചെയ്യുക? ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയെ പോലെ നിയമം അനുഷ്ഠിക്കാൻ വേണ്ടി ഉണ്ണീശോയെ തനിച്ചിരുത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോകുമോ? അതോ ഭക്ഷണം കഴിക്കാതെ ഉണ്ണിയേശുവിനോടുള്ള സംസാരം തുടർന്നുകൊണ്ടിരിക്കുമോ? ഒന്നും ആലോചിക്കാതെ തന്നെ ഉടനെ തന്നെ വിശുദ്ധ പറഞ്ഞു: ഇത് രണ്ടും ഞാൻ ചെയ്യില്ല. എല്ലാവരും ആശ്ചര്യപ്പെട്ടു നോക്കി. പിന്നെ എന്താണ് ചെയ്യുക? ഉടനെ വിശുദ്ധ പറയുകയാണ്: നിയമാനുഷ്ഠാനത്തിൻ്റെ പേരിൽ ഉണ്ണീശോയെ ഞാൻ ഒറ്റയ്ക്കിരുത്തി പോകില്ല. ഉണ്ണീശോയുടെ പേരിൽ ഞാൻ നിയമം ലംഘിക്കുകയുമില്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്താണ് പറയുന്നറിയാൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. ഉടനെ വിശുദ്ധ പറഞ്ഞു: ഞാൻ ഉണ്ണിയേശുവിനോടൊപ്പം ഭക്ഷണമേശയ്ക്കരികിലേക്ക് പോകും. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, ഒരുമിച്ചിരുന്ന് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബർണ്ണദീത്ത നമുക്ക് നൽകുന്നൊരു സന്ദേശം ഇതാണ്: എപ്പോഴും എവിടെയും എല്ലായ്പ്പോഴും യേശുവിനോടൊപ്പമായിരിക്കുക, യേശുവിൽ വ്യാപരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: യേശു രൂപാന്തരപ്പെടുന്ന വേളയിൽ വിശുദ്ധ പത്രോസ്ലീഹ യേശുവിനോട് പറയുകയാണ്: കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് എത്ര നല്ലതാണ്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാക്കി. അപ്പോൾ വിശുദ്ധ പത്രോസ്ലീഹായ്ക്ക് യേശുവിനെ വിട്ട് പോകാൻ താല്പര്യമില്ല. ആ സ്വർഗീയമായ അന്തരീക്ഷത്തിൽ നിന്ന് പോകാൻ താല്പര്യമില്ല. എപ്പോഴും യേശുവിനോട് കൂടെ ആയിരിക്കണമെന്ന് പത്രോസ്ലീഹായും മറ്റ് ശിഷ്യന്മാരും ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 39-ാം തിരുവചനത്തിൽ മറിയം ഇതുപോലെ തന്നെയാണ് ചെയ്യുക. ഏറ്റവും നല്ല കാര്യം തിരഞ്ഞെടുത്തു. എന്നാണ്? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവിടുത്തെ പാദത്തിങ്കൽ ചേർന്നിരുന്നു. യേശുവിനോടൊപ്പമായിരുന്നു, യേശുവിനോട് ചേർന്നിരുന്നു. നമുക്കും എപ്പോഴും യേശുവിനോടൊപ്പമായിരിക്കാൻ പരിശ്രമിക്കാം, എപ്പോഴും യേശുവിനോട് ചേർന്നിരിക്കാൻ പരിശ്രമിക്കാം. ഒരുപക്ഷെ നമ്മുടെ കരങ്ങളും നമ്മുടെ ശരീരവും ജോലിയിലായിരിക്കുമെങ്കിലും നമ്മുടെ ഹൃദയം എപ്പോഴും യേശുവിനോടൊപ്പമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആമേൻ.